ഒരന്യ വീട്ടിൽ ചെല്ലുമ്പോൾ അവർക്ക് സന്തോഷമുണ്ടെന്ന് ഉറപ്പുവരുത്തണം. അതോടുകൂടെ അവർ സലാം പറഞ്ഞ് വരുന്നുള്ള വിവരം അറിയിക്കുകയും വേണം. ഇത് ഞാൻ ഇവിടെ വിവരിക്കുമ്പോൾ ഇപ്പോൾ വല്ലാത്ത ഒരു കാലം. ഗൾഫിൽ നിന്ന് ഭർത്താവ് വരുന്നു, ഭാര്യ അറിയൂല. വീട്ടിൽ വന്ന് ബെല്ലടിക്കുമ്പോഴേ പെണ്ണും കുട്ടികളും ഉമ്മയും വാപ്പിയൊക്കെ അറിയൂ. എത്ര വൃത്തികെട്ടൊരു ശരിയാണെന്നറിയാം. ഇപ്പം നമുക്ക് ഒരു ഹോബി, പക്ഷെ എൻ്റെ ഭവിഷ്യത്ത് തരാം. നിങ്ങൾ റസൂലുള്ള പഠിപ്പിച്ചതിൻ്റെ കഠിനമായ അതിൻ്റെ വല്ലാത്ത ഒരു വിരുദ്ധത നോക്കി. നിങ്ങൾ ഭാര്യയോട് ഭാര്യ അറിയാതെ, വീട്ടിൽ ഉമ്മയും ഉപ്പൊക്കെ അറിയാതെ, ഏറ്റവും ചുരുങ്ങിയത് ഭാര്യയെങ്കിലും അറിയാതെ ആ വീട്ടിൽ നേരെ ഗൾഫിൽ നിന്ന് വരികയെ. ഇപ്പോ ഭർത്താവ് അറിയാതെ ഇവിടെ നിന്ന് ഭർത്താവിൻ്റെ ബർത്ത്ഡേ ഇൻഷാ അല്ലാഹ് നാളെ പറയാം. ബർത്ത്ഡേ ഇപ്പോൾ വല്ലാതെ കൂടിയിട്ടുണ്ട്. ഇപ്പോൾ അൽബിയാക്കാൻ്റെ ബർത്ത്ഡേ വരെ കഴിക്കപ്പോൾ മക്കൾ ഒരുങ്ങിയിട്ടുണ്ട്. അപ്പം ആ രൂപത്തിലാണ് എന്നർത്ഥം. ഇത്ര കാലം നിങ്ങൾക്ക് ബർത്ത്ഡേ ഒന്നും പൂതി ഉണ്ടായില്ല, എപ്പോഴാണ് നിങ്ങൾക്ക് ബർത്ത്ഡേ? അപ്പോൾ ഞാൻ പറയുന്നത്, ഭർത്താവിൻ്റെ ബർത്ത്ഡേ അതിന് പെണ്ണ് ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് ഗൾഫിലേക്ക് പോയി അറിയാതെ ഭർത്താവിൻ്റെ റൂമിലേക്ക് അങ്ങ് കിടന്നു ചെല്ലുക. അപ്പോൾ ഭർത്താവിന് വലിയ ഇഷ്ടമെന്നല്ല പറയാ. ഒരു ഭാര്യ ഭർത്താവ് അറിയാതെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പാടുണ്ട. ഭർത്താവിനോട് അന്വേഷിക്കാതെ തൃപ്തിയില്ലെങ്കിലെന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ എത്രയൊരു മോശപ്പെട്ടൊരു ശൈലിയാണ് ഈ ഉമ്മത്തിൽ നടക്കുന്നത്. ഈ ഉമ്മത്തിൽ പണത്തിൻ്റെ പളവളപ്പ് കാരണം, കാശിൻ്റെ പളവളപ്പ് കാരണം, നഊദു ബില്ലാഹ്, എന്തൊരു വൃത്തികേടാണ്. വൃത്തികേടെന്ന് ഞാൻ മനഃപൂർവ്വം പറയുന്നു, വല്ലാത്തൊരു വൃത്തികേട്. പാടില്ല സഹോദരങ്ങളെ, എൻ്റെ സഹോദരിമാരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്.